ഹലോ ഹായ്. നമുക്കിന്നൊരു കരിമീൻ ഇലയിൽ എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഒരു ഫ്രൈങ് പാനിലേക്ക് ഒരു വാഴയുടെ ഇല വെച്ച് കൊടുക്കാം. ഈ വാഴയിലയിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വാഴയിലയാകുമ്പോൾ അധികം എണ്ണയുടെ ആവശ്യം വരത്തില്ല. അത് കരിഞ്ഞു പോകാതിരിക്കാൻ താഴെയും കൂടെ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ഈ വാഴയിലേക്ക് കുറച്ച് എണ്ണ, സാധാരണ ഒരു മീൻ വറുക്കാൻ ആവശ്യമായ എണ്ണ ഇത് വേണ്ടി വരില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടായി വരട്ടെ. ആ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് പുരട്ടി വെച്ചിരിക്കുന്ന മീനിനെ നോക്കിയിട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ കരിമീനാണ് വറുത്തെടുക്കുന്നത്. വലിയ മീനായതുകൊണ്ട് ഞാനത് രണ്ടായിട്ട് മുറിച്ചു. അപ്പോൾ അതിൻ്റെ തലഭാഗമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ആ മസാലയൊന്നും ഒട്ടും നഷ്ടപ്പെട്ടു പോകണ്ട. ബാക്കിങ്ങൾ നമുക്ക് ആ മീനിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. കാരണം കരിമീൻ്റെ മസാല സ്പെഷ്യലാണല്ലോ. അപ്പോൾ കുറച്ച് നല്ല മസാല പിടിച്ചിരിക്കുന്ന മീനാണ് വറുത്താൽ നല്ല ടേസ്റ്റായിരിക്കുന്നത്. ഇനി അത് അവിടെ ഇരുന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവട്ടെ. നന്നായിട്ട് മുരിഞ്ഞ് പാകമായിട്ട് വരും. അതിനുശേഷം വേണം നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാൻ. മറിച്ചിട്ട് കൊടുക്കുമ്പം ഈ കരിമീന് നമ്മൾ ഏത് പാത്രത്തിലായാലും ഇലയിൽ രണ്ട് വശം പൊള്ളിച്ചെടുക്കാൻ നമ്മളെ സംബന്ധിച്ച് ഒരല്പം പണിപ്പെടും. അപ്പോൾ അതിന് ഞാനൊരു സാധാരണ പ്രയോഗിക്കുന്നൊരു ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയാണ് ഞാൻ സാധാരണ ഇലയിൽ വറുത്തെടുക്കുമ്പോൾ. ഇപ്പം പൊള്ളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ മൂടി കെട്ടി വെക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ ഈ ഒരു ട്രിക്ക് പ്രയോഗിച്ചാണ് അതിനെ വറുത്തെടുക്കുന്നത്. അതായത് ഈ കരിമീൻ നമ്മൾ ആവശ്യാനുസരണം, ചിലർക്ക് നന്നായിട്ട് ഡ്രൈ ആയി വരണം, ചിലർക്കൊരു മീഡിയം ഡ്രൈ ആയാൽ മതി. നമുക്ക് എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം അതിനനുസരിച്ച് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ കരിമീൻ മറിച്ചിടണം. മറിച്ചിടുമ്പോൾ ഇങ്ങനെ തന്നെ മറിച്ചിടാൻ നമുക്ക് കുറച്ച് പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇത് 2 പീസാണ്. ഇനി ഒരു പീസാണെങ്കിൽ പോലും വലിയ മീനാകുമ്പോൾ നമുക്കത് മുറിച്ചിടാനായിട്ട് കുറച്ച് പ്രയാസം വരും. ആ പ്രയാസത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ട്രിക്കാണ്. ഞാൻ ഇതുപോലെ വറുത്ത് നന്നായിട്ട് മുരിഞ്ഞു വന്നു കഴിയുമ്പം ഈ മീനിനെ ഒരു ചട്ടുകം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ തടിത്തവി കൊണ്ടോ ഒന്ന് മാറ്റും. ഒന്ന് കോരിയെടുത്തിട്ട് മറ്റൊരു ഇല അതിലേക്ക് വയ്ക്കും. എന്നിട്ട് ആ ഇലയിലേക്കാണ് നമ്മൾ ഈ മീനിനെ മറിച്ചിടുന്നത്. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, 2 വശവും ഒരുപോലെ ഈ വാഴയിലയിൽ തന്നെയായിരിക്കും അത് വറുത്ത് വരുന്നത്, പൊള്ളിച്ച് വരുന്നത്. നല്ല ടേസ്റ്റാണ്. അല്പം പോലും കരിഞ്ഞു പോവുകയില്ല, അല്പം പോലും മൂട്ടി പിടിക്കത്തുമില്ല. നല്ല രുചികരമായിട്ട് നമുക്ക് കരിമീൻ, അതുപോലെ എല്ലാ മീനും നമുക്ക് അങ്ങനെ തന്നെ വറുത്തെടുക്കാൻ പറ്റും. ചെറിയ മീനുകളാണെങ്കിൽ നമുക്ക് ആ ഇലയിൽ തന്നെ മറിച്ചിടാം. പക്ഷെ കുറച്ചും കൂടെ വലിയ മീനാകുമ്പോൾ നമുക്ക് അങ്ങനെ മറിച്ചിടാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അതിനെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടങ്ങ് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇങ്ങനെ വറുത്ത് നമുക്ക് കരിമീൻ, സാധാരണ നമ്മൾ കരിമീൻ പൊള്ളിച്ചെടുക്കുമല്ലോ, അതിനൊക്കെ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ് വാഴയിലക്കകത്ത് കരിമീൻ പൊള്ളിച്ചത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ആ സൈഡും ഒക്കെ നല്ല മുരിഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. പിന്നെ ചിലർ ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കും. ഒരു വെയിറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെച്ചാലും കുഴപ്പമില്ല. കാരണം വെയിറ്റ് വെച്ച് കഴിയുമ്പം കുറച്ചും കൂടെ അങ്ങ് അമങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ വെയിറ്റ് വയ്ക്കാറില്ല. പകരം ഇങ്ങനെ ഇതിനെ അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കും. അവിടെ ഇരുന്ന് സാവധാനം ഇത് വറുത്ത് നല്ലൊരു പാകമായി വരും. എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഹെൽത്തി ആയിട്ട് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാൻ നമുക്ക് കരിമീൻ വറുത്തെടുക്കാം. എല്ലാവർക്കും മീൻ വറുത്തത് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് എണ്ണയാകുമെന്ന് പറഞ്ഞാണ് മിക്കവരും മീൻ വറുത്തതൊന്നും കഴിക്കാത്തത്. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് അധികം എണ്ണയില്ലാതെ മീൻ വറുത്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നല്ലൊരു സപ്പോർട്ട് തരണം. അതുപോലെ ഇതുപോലെ ഹെൽത്തിയായ നിരവധി റെസിപ്പീസ് നമ്മളുടെ റെസിപ്പിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി അപ്ലോഡ് ചെയ്യാനുമുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്